ഫ്രീ ആയിട്ടൊരു ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് canva.com എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സിനകത്ത് നിങ്ങൾക്ക് ലോഗോസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഏതൊരു ബിസിനസ്സിനും പറ്റുന്ന ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് എടുത്ത് കസ്റ്റമൈസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിനകത്ത് നോക്കിയാൽ കാണാം ഫ്രീ ഉണ്ട്, പ്രോ ഉണ്ട്, അതുപോലെ ഒരുപാട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് കാറ്റഗറിയാണ് വേണ്ടത്, ഒരു ഫാഷൻ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റൈൽ ലോഗോസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ലോഗോയുടെ സാമ്പിൾ കാണാം. ഞാൻ ചെയ്യുന്ന ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ കൊടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന് പറ്റുന്ന ഒരു ലോഗോയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എഡ്ജ് ടെക് എന്ന് പറയുന്ന ലോഗോയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ദിസ് ലോഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് അതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പേരൊന്ന് മാറ്റിയിട്ട് ABC ടെക് എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫോണ്ട് സൈസൊക്കെ കുറച്ച് നമുക്ക് വേണ്ട ഫോണ്ട് സൈസ് കൊടുക്കുക, അതുപോലെ ഫോണ്ടിൻ്റെ കളർ അല്ലെങ്കിൽ ഏത് ഫോണ്ടാണോ വേണ്ടത് ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ലോഗോയുടെ കളറോടെ ചേഞ്ച് ചെയ്യാം. ലോഗോയിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പാറ്റേണോടെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് കളർ മാറ്റി കൊടുക്കാം. ഇനി ടെക്സ്റ്റ് ഇവിടെ ഒന്ന് മൂവ് ചെയ്യണം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അൺഗ്രൂപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓരോ പാർട്ടായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ആ താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യാണ്. ആഡ് എ സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ എന്നൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇത് എന്ത് വേണം ടെക്സ്റ്റ് കൊടുക്കുക, ഞാൻ ജസ്റ്റ് ഡമ്മി ടെക്സ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതൊന്ന് റീസൈസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ടുവെക്കുക. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് കളറോടെ ചേഞ്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രേ കളറാണ് കിടക്കുന്നത്, വൈറ്റ് കളറായി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ ഡിസൈനിങ് കംപ്ലീറ്റ് ആയി. നേരെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ഡിസൈനറുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിസിനസ്സിനോ യൂട്യൂബ് ചാനലിനോ ഒക്കെ പറ്റുന്ന രീതിയിൽ ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.